Hi, good morning. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി വളരെ സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയാണ്. ചക്കക്കുരുവും മുരിങ്ങയിലയും ഉപയോഗിച്ചിട്ടാണ് ഈ റെസിപ്പി ഉണ്ടാക്കുന്നത്. തേങ്ങയൊന്നും ചേർക്കണം കേട്ടോ. തേങ്ങ ചേർക്കാതെ ചക്കക്കുരു മുരിങ്ങയില ഒഴിച്ചേറിയാണ്. അപ്പോൾ ഇത് തേങ്ങ ചേർക്കാതെ എങ്ങനെ ഉണ്ടാക്കും എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് കുക്കറിൽ തയ്യാറാക്കാം. പിന്നെ ഇതിൽ ഞാനിപ്പോൾ ചൂടുവെള്ളമാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് ചൂടുവെള്ളത്തിന് പകരം വേണമെന്നുണ്ടെങ്കിൽ കഞ്ഞിവെള്ളം ഉപയോഗിച്ചും തയ്യാറാക്കാം. ഈ ഒരു കറിയിലേക്ക് ഗ്രേവിക്ക് ആവശ്യമായിട്ട് നിങ്ങൾക്ക് കഞ്ഞിവെള്ളം ചേർക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ കഞ്ഞിവെള്ളം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചൂടുവെള്ളം ചേർക്കുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ കറി തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടൊന്ന് തയ്യാറാക്കി നോക്കൂ. ഒരു ചേഞ്ച് അല്ലേ, നമ്മളെപ്പോഴും തേങ്ങ അരച്ചുള്ള കറികൾ അല്ലെങ്കിൽ തേങ്ങാപ്പാൽ ചേർത്തിട്ടുള്ള കറികളൊക്കെ അല്ലേ ഉണ്ടാക്കുക. അപ്പോൾ അതിൽ നിന്നൊരു ചേഞ്ച് ആയിട്ട് ഈ ഒരു കറി ഒന്ന് തയ്യാറാക്കി നോക്കൂ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കറി തയ്യാറാക്കുന്നത് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ മുരിങ്ങയില എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ചക്കക്കുരു എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു 100-150 ഗ്രാം ചക്കക്കുരു ഉണ്ടാവുള്ളൂ കേട്ടോ. അത് വൃത്തിയാക്കിയിട്ട് നമ്മുടെ റൗണ്ടിൽ കട്ട് ചെയ്യില്ലേ, അതുപോലെ റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തതാണ്. ചക്കക്കുരുവിൻ്റെ തൊലി കളഞ്ഞെടുത്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വൈറ്റ് തൊലി മാത്രമേ കളഞ്ഞിട്ടുള്ളൂ, ഈ ബ്രൗൺ തൊലി കളയാറില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഈ ചക്കക്കുരു ആദ്യം വേവിച്ചെടുക്കാൻ പോവാണ് കുക്കറിൽ. അതിന് ശേഷമാണ് നമ്മൾ മുരിങ്ങയില ചേർക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ചക്കക്കുരുവിന് വേവ് കൂടുതലാണ്, മുരിങ്ങയിലേക്ക് വളരെ വേവ് കുറവാണ്. അപ്പോൾ രണ്ടും ചേർത്ത് വേവിച്ചിട്ടുണ്ടെങ്കിൽ പെർഫെക്റ്റ് ആവില്ല. അപ്പോൾ മുരിങ്ങയില പിന്നീട് അടർത്തി മാറ്റി വൃത്തിയാക്കി എടുക്കുക. ആദ്യം ഒരു കുക്കർ എടുക്കുക. കുക്കറിലേക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചക്കക്കുരുവിൻ്റെ കൂടെ ചേർക്കാനുണ്ട്. ആദ്യം നമുക്ക് ചക്കക്കുരു ചേർക്കാം. പിന്നെ ഒരു 3 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ഈ കറിയിലേക്ക് മുളക് പൊടി അധികം ചേർക്കുന്നില്ല, കുറച്ചേ ചേർക്കുന്നുള്ളൂ. പച്ചമുളകിൻ്റെ എരിവാണ് കൂടുതലായിട്ടുണ്ടാവുക. അപ്പോൾ ഞാനൊരു 3 പച്ചമുളക് സ്പ്ലിറ്റ് ചെയ്ത് ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ ചേർക്കുന്നത് കുറച്ച് ഉപ്പ്, ചക്കക്കുരുവിന് ആവശ്യമായിട്ടുള്ള ഉപ്പ്, അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 കപ്പ് വെള്ളം ചേർക്കുന്നുണ്ട്. വെള്ളം കുറച്ച് കൂടിയാലും കുഴപ്പമില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിതിലേക്ക് തേങ്ങ അരച്ച് ചേർക്കാത്തത് കൊണ്ട് വെള്ളം കുറച്ച് കൂടിയാലും നമ്മുടെ മുരിങ്ങയില ചേർത്ത് വരുമ്പോൾ കറക്റ്റ് ആയിക്കോളും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചേർത്തിട്ട് 2 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ചക്കക്കുരുവിൻ്റെ വേവ് അനുസരിച്ച് 3-4 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കുക. ചക്കക്കുരു നന്നായിട്ട് വെന്ത് കിട്ടണം, നമുക്കൊന്ന് ഉടച്ചെടുക്കാൻ പറ്റണം. അപ്പോൾ ചക്കക്കുരു ആദ്യം വേവിച്ചെടുക്കട്ടെ. ഈ സമയത്ത് മുരിങ്ങയില കഴുകി വൃത്തിയാക്കി അടർത്തിയെടുക്കുക. അപ്പോൾ നമ്മുടെ കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. നമുക്കൊന്ന് തുറക്കാം. ചക്കക്കുരുവൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. ചക്കക്കുരുവിൽ വെള്ളമുണ്ട് കേട്ടോ. അപ്പോൾ ചക്കക്കുരു കുക്കായിട്ടുണ്ടോ എന്ന് നോക്കിയിട്ട് ഒന്ന് ഉടച്ചു കൊടുക്കുക. ചക്കക്കുരു കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഉടച്ചു കൊടുക്കാം. ഒന്ന് ഉടച്ചു കൊടുത്തിട്ട് വേണം മുരിങ്ങയില ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതിലേക്ക് ഇനി പച്ചവെള്ളം ചേർക്കരുത്. ചേർക്കുകയാണെങ്കിൽ തന്നെ ചൂടുവെള്ളം ചേർക്കുക. ഇത് ഒരുപാട് ലൂസായിട്ടുള്ള ഒഴിച്ചേറിയല്ല, കുറച്ച് കുറുകിയിരിക്കുന്ന ഒരു ഒഴിച്ചേറിയാണ്. അപ്പോൾ മുഴുവൻ ചക്കക്കുരുവും നമ്മൾ മിക്സിയിൽ അടിച്ച് പേസ്റ്റ് പോലെ ആക്കി എടുക്കരുത്. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വല്ലാതെ കുറുകിയിരിക്കും, ചക്കക്കുരുവിൻ്റെ കഷ്ണങ്ങളൊന്നും കഴിക്കാൻ കിട്ടില്ല. ഇങ്ങനെ നമ്മളൊരു കയ്യിൽ ഉപയോഗിച്ച് ഉടച്ചെടുത്തിട്ട് ഇതിലേക്ക് അടർത്തി എടുത്ത് വെച്ചിരിക്കുന്ന മുരിങ്ങയില ചേർത്ത് കൊടുക്കുക. ഇനി ഫ്ലെയിം ഓൺ ചെയ്യാം. മുരിങ്ങയിലയും കൂടി ചേർത്ത് ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുക. ഒരു 3 മിനിറ്റ് മുരിങ്ങയിലയും കൂടി ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. വെള്ളം വേണം എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ വെള്ളം ചേർക്കുന്നില്ല. ഇതൊന്നുകൂടി ഒന്ന് ഉടച്ചു കൊടുക്കുന്നേ ഉള്ളൂ. ഇതാണ് ചക്കക്കുരു നന്നായിട്ട് വേവണം എന്ന് പറഞ്ഞതിൻ്റെ കാര്യം. അപ്പോൾ മുരിങ്ങയിലയും കുക്കായി വരട്ടെ. നമുക്ക് ഉപ്പൊക്കെ ചെക്ക് ചെയ്യാം. മുരിങ്ങയില കുക്കായി വന്നു കഴിയുമ്പോൾ മുരിങ്ങയിലേക്കും കൂടി ആവശ്യമായിട്ടുള്ള ഉപ്പില്ല എന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് തേങ്ങ അരച്ച് ചേർക്കണം എന്നുണ്ടെങ്കിൽ തേങ്ങയും ജീരകവും ഉള്ളിയൊക്കെ അരച്ച് ചേർക്കാം. അതിൻ്റെ റെസിപ്പി നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. ഇത് തേങ്ങ അരച്ച് ചേർക്കാതെ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ചോറിൻ്റെ കൂടെ വളരെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ഇതൊന്ന് തിളച്ച് ഒന്ന് കുക്കായി വരട്ടെ. അപ്പോൾ നമ്മുടെ മുരിങ്ങയില ചേർത്തിട്ട് ഇപ്പോൾ തിളച്ചുകൊണ്ടിരിക്കുകയാണ് കറി. നമുക്കിനി ഇത് മാറ്റി വയ്ക്കാം. വേറെ പാൻ വയ്ക്കാം. അപ്പോൾ നമ്മുടെ പാൻ ചൂടായി, വെളിച്ചെണ്ണയും ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആദ്യം കടുക് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കടുക്. കടുകൊന്ന് പൊട്ടി തുടങ്ങുമ്പോൾ ഞാൻ കുറച്ച് ഉള്ളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 6-7 ഉള്ളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് റൗണ്ടിലാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ആ ഉള്ളി ഒന്ന് ചേർത്ത് കൊടുക്കുക. ഉള്ളി ഒന്ന് കളർ ചേഞ്ച് ആയി തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഒരു 3 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കറിവേപ്പിലയും.
ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. ഉള്ളിയുടെ കളറൊന്ന് ബ്രൗൺ ആയി തുടങ്ങണം, അത്രയും സമയം നമ്മളൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഈ ഒരു വറവും കൂടി ചേർത്താലേ ഈ ഒരു കറി പെർഫെക്റ്റ് ആവുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളത് ഒഴിവാക്കരുത്. അപ്പോൾ നമ്മുടെ ചാനൽ സ്കിപ്പ് ചെയ്യാതെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. പിന്നെ നിങ്ങൾക്ക് ഇതുപോലെയുള്ള കറികളൊക്കെ ഈസി റെസിപ്പീസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതും കമൻറ്റ് ചെയ്യണേ. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണ്, വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓളെന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. പിന്നെ ഈ ഒരു കറിയിൽ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടും നമുക്ക് റെഡിയാക്കാം. തേങ്ങയുടെ 1/4 പാൽ മാത്രം ചേർത്തിട്ടും റെഡിയാക്കാം. അത് പിന്നീട് ഒരു ദിവസം വീഡിയോ ചെയ്യാം കേട്ടോ. തേങ്ങയുടെ 1/4 പാൽ മാത്രം ചേർത്തിട്ട് എങ്ങനെയാണ് ഈ ഒരു മുരിങ്ങയില ചക്കക്കുരു കറി തയ്യാറാക്കുന്നതെന്നുള്ളത്. പിന്നെ മുഴുവൻ തേങ്ങാപ്പാലിൽ വേണമെന്നുണ്ടെങ്കിൽ മുഴുവൻ തേങ്ങാപ്പാലും ചെയ്യാം. അങ്ങനെ നമുക്ക് പല രീതിയിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയാണിത്. അപ്പോൾ നമ്മുടെ ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. ഇത്രയും മതി. നമുക്കിനി ഇത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്യാം. കറിയിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് അടച്ചു വയ്ക്കുക. ഒന്ന് ചൂട് മാറി കഴിഞ്ഞിട്ട് ഉപയോഗിച്ച് തുടങ്ങാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മുരിങ്ങയില ചക്കക്കുരു ഈസി റെസിപ്പി. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.